നമുക്കൊരു നിമിഷം നിശബ്ദരായി ഈ വിശുദ്ധരിക്കാൻ നിൽക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മളെല്ലാ പ്രാർത്ഥനാവിധിയോടും ഭദ്രാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം വിശുദ്ധമായിരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് പറഞ്ഞു. 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവരിൽ പണിയപ്പെട്ടിരിക്കുകയാണ്. അധ്യായം 20 വാക്യങ്ങൾ 24 മുതൽ 29 വരെ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ പേരിടുകയും അവന്റെ പാർശ്വത്തിൽ എന്നെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, എൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, എൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് വിശ്വസിക്കാം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ആവശ്യമായി കർത്താവ് നമ്മളോട് പറയുന്ന ഏതാനും ചില ചിന്തകൾ മാത്രം ഞങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും നിശ്ചയദാർഢ്യവും സധൈര്യമായി അവരാന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള മനസ്സിൻ്റെ വലിയ വലുപ്പവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കണമെന്ന് ആദ്യമേ തന്നെ എല്ലാവർക്കും ആശംസകൾ നൽകുക. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഈ ദുഃഖാന തിരുനാൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളൊന്നും കൂടാതെ കൊണ്ടാടേണ്ട ഒരു സ്ഥിതി നമുക്ക് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ആന്തരികമായ വിശുദ്ധിയും സ്നേഹവും ആഗ്രഹിക്കുന്ന നമ്മുടെ തമ്പുരാൻ ഈ തിരുനാൾ അതിൻ്റെതായ രീതിയിൽ ആന്തരികമായ രീതിയിൽ ആഘോഷിക്കാൻ നമ്മളായിരിക്കുന്ന ഭവനങ്ങളിലായിരുന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നന്മ അല്ലെങ്കിൽ ഒരു വലിയ ഒരു രീതി എന്ന് പറയുന്നത് തമ്പുരാനോട് ശാഠ്യം പിടിക്കാനുള്ള ഒരു മനോഭാവമാണ്. തമ്പുരാനെ കാണണം, ഉത്താനത്തിന് ശേഷം തമ്പുരാനെ കാണണമെന്ന് ശാഠ്യം പിടിച്ച് പറയുന്ന തോമാസ് ശ്ലീഹായുടെ മുഖം നമുക്ക് നമ്മുടെ മനസ്സുകളിൽ കൂടിയിടാം. വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് ശിഷ്യന്മാരോടൊപ്പമായിരിക്കാൻ അന്നേ ദിവസം സാധിച്ചില്ല. മറിച്ച് മറ്റു പല കാര്യങ്ങളും വ്യാപകനായിരുന്നു. തോമാസ് ശ്ലീഹ തിരിച്ചു വരുമ്പോൾ ഈശോയുടെ വിരലുകൾ കാണാനും ആ വിരലുകൾ ആ മുറിവുകളിൽ വയ്ക്കാനും പാർശ്വത്തിൽ കൈകൾ വയ്ക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹത്തോടെ ശാഠ്യം പിടിക്കുന്ന തോമാസ് ശ്ലീഹയുടെ മുമ്പിലേക്ക്
യാതൊരു മടിയും കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിശ്വനാഥൻ കടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ ഈശോയെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലേക്ക് ഒട്ടും മടികൂടാതെ കടന്നു വരുന്ന ഈശോയുടെ മുഖം ഇതിനു മുൻപും നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. സഖ്യവോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈശോയെ കാണാൻ വേണ്ടി മാത്രം സിക്കുമോർ മരത്തിലേക്ക് കയറിയിരുന്നവനാണ്. ആ മനുഷ്യന്റെ മുൻപിൽ വന്നിട്ട് ഈശോ പറയുകയാണ്, സഖ്യവോസെ താഴേക്ക് ഇറങ്ങി വരിക. പ്രിയമുള്ളവരെ, നമുക്കും ഈശോയെ കാണാനുള്ള ഒരു ആഗ്രഹം മനസ്സിനകത്തുണ്ടാകണം. ഇന്നത്തെ ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഒരുപാട് വിഷമതകളുടെയും സങ്കടങ്ങളുടെയും ആകുലതകളുടെയും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ കാണാൻ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പൻ്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം. ആ മുഖം കാണാൻ, ആ മുഖത്തോട് ചേർന്നിരിക്കാൻ തോമാശ്ലീഹായ്ക്കുണ്ടായിരുന്ന ആ നിശ്ചയക്കാരുടെ വാശി നമ്മുടെ ജീവിതത്തിൽ കാത്തു പരിപാലിക്കാൻ അല്ലെങ്കിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത്തരത്തിൽ തോമാശ്ലീഹായ്ക്കുണ്ടായിരുന്ന വിശ്വാസവും തമ്പുരാനോടുള്ള അന്ധമായിട്ടുള്ള സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ഉത്രാട തിരുനാളിൽ എല്ലാവിധ ആശംസകളും ഇത്തരത്തിലുള്ള ഒരു മനോഭാവം സ്വന്തമാക്കാൻ നമുക്ക് ലഭിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഉത്രാട തിരുനാളിൻ്റെ ആശംസകൾ ഒരുപാട് സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ കൃപയുടെ പ്രാർത്ഥിക്കാം. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന വിഷയമായി സുവിശേഷമായ ജീവിച്ചുകൊണ്ട് ഇതിലെ സത്യത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാതാവാസ്ലയുടെ മാതൃകയനുസരിച്ച് നിങ്ങളോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം ശിഷ്യന്മാരെ വാഴ്മാർഗത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പ്രവർത്തിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച വിഷയമായി ഞങ്ങളുടെ പരിശുദ്ധവും മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായി ഞങ്ങളുടെ തിരുമീഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായി മറ്റെല്ലാ മെത്രാന്മാരെയും ദേശീയതകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധങ്ങളിൽ ജോലി ചെയ്യുന്ന സ്നേഹത്തിനെയും വിദേശികളെ പ്രക്ഷോഭിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ സത്യമായ ജ്ഞാനമെന്നോ ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ വിഷയമായി നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കാം. പിതാവും സ്നേഹവുമായി നൽകിയ കാലത്തിൽ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിന്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും എന്നേക്കും സകലത്തിന്റെയും ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരാകഴുകി കളയട്ടെ. Shall
കാത്തുവസിക്കുന്നു മൃതരെല്ലാരും മഹിതോനാനത്തിൽ ശരണം തേടുന്നു പുത്തിരനായിടുവാൻ. ോടെ നമുക്ക് ലഭിച്ച ഈശോയുടെ വിശ്വാസം എന്ന് പറയാം. സർവശക്തനും പിതാവായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉയരങ്ങളിൽ
സൃഷ്ടികളിൽ നിന്ന് പരസ്യം അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കൈകൊണ്ട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാതാപിതാക്കളുടെ പ്രതിനായിരങ്ങളും മഹോന്നതനായ അഗ്നിമയന്മാരും അരൂപിതമായ സ്വർഗീയ സൈന്യങ്ങളവരുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൗരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗീയങ്ങളോടുകൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിൽ മറന്നിരിക്കുന്ന ആത്മസാധനം, അങ്ങയുടെ സുദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ ശക്തിയുടെ അതിശയമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ദൈവത്തിരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ആനയിപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അപ്രകാരം തന്നെ കാശ്രീമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വെച്ചു കൊടുക്കുമോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ വലിയൊരു ബലഹീനരും ആഗ്രഹമായ ഈ ദാസൻ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരുടെ മാത്രം വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾ നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ചിഹ്നം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും പ്രധാനമായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങളുടെ നൽകിയ എല്ലാ സഹായങ്ങളും നിലനിർത്തുമായി ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ശക്തനായ ദൈവമേ, ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക്
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ അധിപതാധ്യക്ഷനായ മാർ ആൻഡ്രോസ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മാർ മോണി മെത്രാന് വേണ്ടി, മാർ ജേക്കബ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികളുടെയും ശിഷ്യന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ അവയുടെ നാമത്തിൽ പിരിഞ്ഞുപോയ എല്ലാവർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി ഇവരുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയും കോവിഡ് രോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യം മൂലം ക്ലേശിക്കുന്നവർക്കും അവരെ പരിചരിക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്വന്തങ്ങളുടെ സമൂഹങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യോജനകൾക്കും പ്രത്യേകമായി സഹായങ്ങൾക്ക് വേണ്ടിയും എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രായാധിക്യമുള്ള ക്ലേശിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവക ദേവാലയ നിർമ്മാണത്തിന്റെ വിജയത്തിന് വേണ്ടി അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്റെ അങ്ങയുടെ വിശുദ്ധ ശരീരത്തിൽ അങ്ങയുടെ സന്നിധിയിൽ സമൃദ്ധി നടത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ ആദരവും സമൃദ്ധവുമായ കൃപയാ സംസാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ നയിച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാസികന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, ഭക്തന്മാർ, വേദപാലകന്മാർ, പുത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നേരത്തിലെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചതെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവായ നാസരും അവൻ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി പുരുഷനതയിൽ നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭക്തജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരെ ആദരവ് പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മൂലത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനം നാഥാ ഞങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ
സന്നിധിയിലേക്ക് അങ്ങയുടെ കാരുണ്യം മാത്രം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകമായ ശരീരത്തിലെ അക്രാക്കും ഭദ്രാതരങ്ങളോടെ സ്വീകരിക്കാം. അനുതാപൂർവ്വ മാർഗദർശനത്തോടെ അപരാധങ്ങളിലൂടെ പാപമറിച്ച് പശ്ചാത്തലത്തോടും സർവ്വത്തെ രക്ഷിച്ചുകൊണ്ടും നമുക്ക് സർവ്വനാഥനായതോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ യുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധമായ പൗത്രിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ വിദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളെ ഒരിക്കലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സകലതയിൽ പൂർണ്ണ ഹൃദയത്തിൽ പ്രസന്നവതരം നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയുടെ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി ശരീരത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിനെ ശരീരം സ്വീകരിക്കാൻ അവിടുത്തെ നിർമ്മാണിച്ചാൽ തിരുസഭകളെ ക്ഷണിക്കുന്നു. ഓ എൻ്റെ ഈശോയെ,
അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ആ രൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പ്രിയമുള്ളവരെ, ജൂലൈ 3-ാം തീയതി KCYM സംഘടനയും അവരുടെ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. KCYM സംഘടനകൾക്കും പ്രത്യേകം ഇന്ന ദിനത്തിൻ്റെ മംഗളങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ തിരുക്രമം ലൈവായി സംപ്രേഷണം ചെയ്യാൻ സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് KCYM സംഘടനകൾക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനകൾക്കായി കേൾക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയെ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായേ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പുറക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാശ്ലീഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥാ എന്നേക്കും. സുവിശേഷത്തിൻ പൊൻകിരണം ഭാരതനാടിനു നൽകിടുവാൻ മാർത്തോമായ സകലേശൻ കരുണയുടെ വമയച്ചല്ലോ. വിശ്വാസത്തിൻ ബാസുരമാം ദീപ്തിയിലെ വരുമണി ചേരാ ഇടയാകട്ടെ തിരുസഭയിൽ സുവിശേഷം കതിർ ചൂടട്ടെ. മാതൃകയാകട്ടെന്നാളും പ്രേക്ഷിതരായി ജീവിക്കാൻ ജീവിത സാക്ഷ്യം നൽകിടുവാൻ രക്ഷകൃപയും ആനന്ദം സ്നേഹവുമൊപ്പം ഊഹാതം സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ദേവാലയ നിർമ്മാണ മധ്യസ്ഥ പ്രാർത്ഥന. മാതൃകാനായ ഈശോയെ, അശരണർക്കും ആലംബഹീനർക്കും പ്രത്യാശയും സംഗീതവും തുണയുമെന്നാണല്ലോ. അങ്ങയുടെ കരുണാവൈഭവം ഓർത്തങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മനോഹരമായ ആലയം പണിതീർക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ. അതിനായി ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. തലോരിൽ വാഴുന്ന ആശ്രിതർക്ക് ആരംഭമായും ഈശോയെ, സമ്പത്ത് അങ്ങയുടെ ദാനമാണെന്നും അത് പങ്കുവയ്ക്കാനുള്ളതുമാണെന്ന് ബോധ്യം ഇവർക്ക് നൽകണമേ. ഏറ്റവും വേഗത്തിൽ അങ്ങേക്കുള്ള ആലയം പണിതീർക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണീശോയോടുള്ള പ്രാർത്ഥന. ഉണ്ണീശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇടവക മക്കളെയും സന്യാസ ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും വഴികളെയും വാഹനങ്ങളെയും യാത്രകളെയും നിയോഗങ്ങളെയും വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും തൊഴിൽ സ്ഥലങ്ങളെയും ഞങ്ങളിന്ന്